ടീമെ പ്രാർത്ഥിച്ചിറങ്ങുമ്പോൾ തന്നെ അറിയാലോ നല്ലൊരു കാര്യത്തിലാണ് ഇന്ന് പോണേന്ന്. അപ്പച്ചനും അമ്മച്ചേട്ടൊക്കെ പഠിപ്പിച്ചു തന്നെ വേണ്ട എന്ത് നല്ല കാര്യത്തിൽ ഇറങ്ങുമ്പോൾ വീട്ടിലൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങണമെന്ന്. അപ്പം അമ്മച്ചി പാലെടുത്ത് വെച്ചിട്ട് തണുത്തു പോയി. അപ്പോൾ പാലൊക്കെ കുടിച്ച് അടിപൊളിയായിട്ട് ഞങ്ങൾ യാത്രയൊക്കെ പോണേന്ന്. നമ്മുടെ തേരാളി ജിബിനുണ്ട്. ഇപ്പോഴും ഞങ്ങൾ പറഞ്ഞിട്ടില്ല എവിടെ പോണേന്ന്. രാവിലെ 6 മണിക്കാണ് ഞങ്ങൾ ലൊക്കേഷനിൽ എത്തിയേക്കുന്നത്. ഇപ്പോൾ മനസ്സിലായല്ല നമ്മൾ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വന്നേണ്ട. സിനിമയുടെ പേര് വിസ്കി എന്നാണ് കേട്ടാ. അപ്പോൾ ചെന്നപ്പോൾ തന്നെ കോസ്റ്റ്യൂമൊക്കെ മാറി പരുത്തിപ്പാറ സിജു എന്നൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യണത്. നല്ലൊരു ക്യാരക്ടറാണ് സിനിമയിലാണ്. അപ്പോൾ മേക്ക് ഓവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മേക്കപ്പ് ഇട്ടിട്ടുണ്ട്, ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി പിടിച്ച്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ സിനിമയിൽ നിന്ന് മാറിയിരിക്കണായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു നല്ലൊരു ക്യാരക്ടർ വേഷമായിട്ട് ഇങ്ങനെ നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളർ ജോളിച്ചേട്ടൻ വിളിച്ചിട്ട് പോയി ചെയ്യണത്. ഫസ്റ്റ് ഷോട്ട് തന്നെ എൻ്റെ ഉണ്ടായി. ഇപ്പോൾ ഒരു 7 മണിയായി കാണും. അപ്പോൾ ഡയറക്ടറിനൊക്കെ ഒന്ന് കൈയൊക്കെ കൊടുത്ത് ഐശ്വര്യമായിട്ട് ഷൂട്ടിങ് തുടങ്ങിയിട്ടാ. ഫസ്റ്റ് ഡേക്കൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രൂ. വലിയ രീതിയിലൊന്നും ഷൂട്ട് ചെയ്ത് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ബ്രേക്കായിട്ടാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയമാണിപ്പോൾ. 2 സെക്ഷനായിട്ടാണ് കേട്ടോ മലയാള സിനിമയിൽ ഭക്ഷണം കൊടുക്കുന്നത്. പണ്ട് ഇതുപോലെ ക്യൂ നിന്നൊക്കെ ഭക്ഷണം മേടിച്ച് കിട്ടണ സീറ്റിലൊക്കെ ഇരുന്ന് കഴിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. വിജയ് സാറിൻ്റെ തെരി എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞതോടുകൂടി എനിക്ക് ചെറിയൊരു പ്രൊമോഷൻ കിട്ടിയിട്ട് ഇതുപോലെയൊക്കെ ഇരുന്ന് മെയിൻ നടന്മാരുടെ കൂടെ മെയിൻ ക്രൂവിൻ്റെ കൂടെ ഒന്ന് ഭക്ഷണം കഴിക്കാം. ഭക്ഷണമൊക്കെ എല്ലാം ഒന്ന് തന്നെയാണ് ടീം. ഭയങ്കര സന്തോഷം. ഭക്ഷണം കഴിച്ചതിൻ്റെ വീണ്ടും ഷൂട്ടിങ് തുടങ്ങിയേട്ടാ. അപ്പോൾ പരുത്തിപ്പാറ സിജു എന്ന ക്യാരക്ടറാണ്. സിനിമ തിയേറ്ററിൽ വരുമ്പോൾ എല്ലാവരും കാണണോട്ടാ. വിസ്കി എന്ന പടത്തിൻ്റെ പേര്. ഗംഭീര സ്റ്റോറിയാണ് കേട്ടോ. ഇതൊക്കെയാണ് നടന്മാരും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ എല്ലാവരെയും പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഈ ദിവസങ്ങളിലൊക്കെ എൻ്റെ സീനാണ് എടുക്കണത്. പണ്ട് മെയിൻ വില്ലൻ്റെ കൂടെ കൂട്ടാളിയായിട്ടായിരുന്നു അഭിനയിച്ചതെന്ന് വെച്ചത്. ഇപ്പം ഞാനൊരു വില്ലനായിട്ട് അഭിനയിക്കുന്നുണ്ട്. കൂട്ടാളിയായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ ഒരു പ്രൗഡ് മൊമെൻറ്റാണ്. ഇപ്പം വീണ്ടും ഉച്ചക്കത്തെ ബ്രേക്കാണ്. അപ്പോൾ അതുപോലെ 2 സെക്ഷനായിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നത്. ഭക്ഷണം എല്ലാം ഒന്ന് തന്നെയാണ്. നല്ല അടിപൊളി നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള ഭക്ഷണങ്ങളാണ് നമ്മുടെ മലയാള സിനിമയിൽ കൊടുക്കുന്നത്. ഉള്ള കാര്യം പറയാമല്ല ടീമേ. ലൊക്കേഷൻ ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർ ഫുഡാണ് കേട്ടോ. 10-18 വർഷമായിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിലാണ്. ഇത് കണ്ട നല്ല അടിപൊളി ചിക്കൻ കറിയുണ്ട്, മീനുണ്ട്, ചോറ് മാത്രമല്ല കേട്ടോ, ചപ്പാത്തി ഉണ്ട്. ഒരിക്കൽ ചപ്പാത്തി ഉണ്ട്, പിന്നെ വൈറ്റ് റൈസ് ഉണ്ട്, പിന്നെ പലതരം പച്ചക്കറികളുണ്ട്. ഞാൻ മീനിൻ്റെയും ചിക്കൻ്റെയൊക്കെ ആളാണ്. അപ്പോൾ ഞാൻ പച്ചക്കറിയൊന്നും അധികം ഞാൻ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്കൊന്ന് കഴിക്കാൻ തോന്നുന്നുണ്ടല്ലേ. ഈ സിനിമയിലെ ഡയറക്ടർ, ക്യാമറമാൻ, ഫൈറ്റ് മാസ്റ്റർ, മെയിൻ നടന്മാരെല്ലാവരും കൂടി ഇന്ന് ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ഉണ്ട് കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ ഷൂട്ടിങ് വീണ്ടും തുടങ്ങിയേക്കണത് കേട്ടോ. അപ്പോൾ ടീമേ സിനിമയുടെ പേര് മറക്കണ്ട, വിസ്കി എന്നാണ്. തിയേറ്ററിൽ വരുമ്പോൾ എല്ലാവരും പോയി കാണണം കേട്ടോ. കിടിലൻ സിനിമ ആയിക്കോളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമല്ലേ.